ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എനിക്കുള്ള ഡൗട്ടാണ്. ആക്ച്വലി ആയുർവേദത്തില് ഗൈനക്കിനകത്ത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടോ? ഇല്ല ഇല്ല അല്ലേ? ഇല്ല. നമുക്ക് ഗൈനക് പ്രൊസീജിയേഴ്സ് കേരളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പുറത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഗൈനക്കോളജി PG എടുത്തവര് പുറത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എന്തൊക്കെയാ അവര് ചെയ്യുന്നത്? അവര് എല്ലാ സർജറീസും അസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ആണല്ലേ? പറയുന്നത്. ഈ കേരളത്തിൽ അത് പറ്റില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ആയുർവേദത്തിൽ സർജറി ഇല്ലെന്നല്ല. നമ്മുടെ സയൻസിൽ, നമ്മുടെ സംഹിതാസിൽ ഈ സർജറി, സിസേറിയൻ, C-സെക്ഷനൊക്കെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുട്ടി IUD ആണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അമ്മയെ രക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചു പോയാൽ അമ്മയെ സേവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇപ്പം മൂഢഗർഭം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് IUD, ഇൻട്രായൂട്രൈൻ ഡെത്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുട്ടി എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, ഈ നമ്മുടെ സിസേറിയൻ സെക്ഷനിലുള്ള ഫൈനസ്റ്റീലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ സ്റ്റഡീസിലുണ്ട്, നമ്മുടെ ക്ലാസിക്സിലുണ്ട്. ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അലൗഡ് അല്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം മോഡേൺ എല്ലാം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് ഉള്ളപ്പം സർജറി നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് കൊണ്ടുള്ള റിസൾട്ട് ഉണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ലിമിറ്റേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് അതിൽ ഹാപ്പിയാണ്, അതിൽ പോവാ. പിന്നെ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി സർജിക്കൽ ഇന്റർവെൻഷൻ റെഫർ ചെയ്യാന്നുള്ളതാണ്. അതിൽ വേറെ ഒരു പ്രശ്നവും നമുക്കൊന്നും ഈഗോ നോക്കിയിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് പേഷ്യന്റ് ഹെൽത്ത് ആണ് ഫ്രണ്ട്ലി, നമുക്ക് അല്ലെങ്കിലും ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് ഒരു സ്ത്രീയും സിസേറിയൻ ചെയ്യാൻ വരില്ലല്ലോ. അത് അങ്ങനെയാണല്ലോ, അണ്ടർസ്റ്റുഡ് ആണ്. അതത്രേ ഉള്ളൂ. പക്ഷെ എന്നും പറഞ്ഞ സർജറി നമുക്കില്ല എന്നല്ല, അത് ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജി PG ചെയ്യുമ്പം നമുക്ക് സർജറി ഒരു സബ്ജക്റ്റ് ആണ്. അത് നമ്മളുടെ ഡിഗ്രി MS എന്നാണ്. MS എന്നാണ് ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ ഡിഗ്രി. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ.